എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. ഇത് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ അടിപൊളി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളിയും ഒരു 3-4 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളിയുടെ പീസ്, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അതോട് ചേർത്തെടുക്കാം. പിന്നെ ഇതാ കാഷ്നട്ട് ഒരു കൈപ്പിടി നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ മഞ്ഞ കളറുള്ള മുന്തിരി ഉണ്ടല്ലോ, അതും ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു 5-6 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇത് കുറച്ചധികം തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 മാസത്തോളം ഇരിക്കും. പുറത്താണെങ്കിലും കുറച്ച് ദിവസം ഇരിക്കും. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. മുളക് പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടീസ്പൂണ് മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ 25 തുടങ്ങിയിട്ട് ഒരു 30 വരെയുള്ള ഈന്തപ്പഴത്തിൻ്റെ പീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് പുളിയാണ് കേട്ടോ. പുളി നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 കപ്പ് ശർക്കര ഞാൻ ഉരുക്കിയിട്ട് അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കല്ലും മണ്ണൊക്കെ കളഞ്ഞ് അരിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതോട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഒരു 1/4 ടീസ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി ഒന്ന് കുറുകിയ രീതിയിൽ വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെയൊക്കെ നോക്കണം. അടി പിടിക്കില്ല, എന്നാലും ഇടയ്ക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഇതിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. നല്ലൊരു ഡിഷാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് കുറേ കാലം സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ കണ്ടില്ലേ, ഇരിക്കും തോറും ഇതങ്ങ് കുറുകി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.